മേശമേൽ വെച്ചിരിക്കുന്ന അപ്പവിനികളെ കുറിച്ച് അതിന്റെ ഒരു സൂചന എന്നോണം ഞാൻ പറഞ്ഞു. പഴയ നിയമത്തിൽ വിശുദ്ധ സ്ഥലത്തെ മേശ, ആ മേശ കാഴ്ചയപ്പത്തിന്റെ മേശ എന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. കാഴ്ചയപ്പത്തിന്റെ മേശ എന്താണെന്ന് മനസ്സിലായോ? ഇത് കാഴ്ചയപ്പത്തിന്റെ മേശയല്ല, ഇത് അനുഭവത്തിന്റെ മേശയായി നമുക്ക് മാറുകയാണ്. 12 അപ്പം 6 വീതം 2 അടുക്കായി മേശമേൽ വെച്ചിരിക്കുന്നു. ശബത്ത് ദിവസം പുതിയ 12 അപ്പം 2 അടുക്കായി മേശമേൽ വെച്ചതിന് ശേഷം പുരോഹിതൻ അതെടുത്ത് വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹം തന്നെ ഈ 12 അപ്പവും ഭക്ഷിക്കുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ മേശമേലിരിക്കുന്ന അപ്പം കാഴ്ച അപ്പമല്ല, കാഴ്ചയപ്പത്തിന്റെ മേശയിലുള്ള അപ്പമല്ല. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ പോവുകയാണ്. പഴയ നിയമത്തിലെ കാഴ്ചയപ്പത്തിന്റെ മേശ എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ആത്മീയ അർത്ഥത്തോട് നിങ്ങൾ അറിയണം. മഹാപുരോഹിതനായ അഹരോൻ ദൈവാലയത്തിൽ കയറി ദൈവാലയ ശുശ്രൂഷ ചെയ്ത് അപ്പം എടുത്ത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് താൻ ഭക്ഷിക്കുന്നത് വരെ താൻ ആ അപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള വാത്സല്യ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഒരു ദൈവ പൈതൽ ഒരു ഞായറാഴ്ച ദൈവാലയത്തിൽ കയറി ഈ കർത്തൃമേശയിൽ പങ്കുകൊള്ളുന്നവരെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ കാഴ്ച ഈ അപ്പത്തെ കാണുകയാണ്, ഈ വീഞ്ഞിനെ കാണുകയാണ്. പഴയ നിയമത്തിലെ അപ്പത്തിന് ഇങ്ങനെയാണ് പേര് പറഞ്ഞിരിക്കുന്നത്, ബ്രെഡ് ഓഫ് ദ ഫേസ്, മുഖത്തിന്റെ അപ്പം. അങ്ങനെയെങ്കിൽ നമ്മളെ സംബന്ധിച്ച് മുഖത്തിന്റെ അപ്പമല്ല, ജീവന്റെ അപ്പമാണ്. ആമേൻ. അതുകൊണ്ട് ദൈവമക്കളെ, നാം ദൈവാലയത്തിൽ വരുമ്പോൾ ജീവന്റെ അപ്പത്തെ മുഖാമുഖം കാണുകയും ആ കാഴ്ചയുടെ ഒടുവിൽ ആ ജീവന്റെ അപ്പത്തെ നമ്മുടെ ശരീരാത്മദേഹികളുടെ ആത്മീയ ജീവന്റെ ചൈതന്യത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുകയുമാണ്. വരുന്ന സമയം മുതൽ അനുഭവിക്കുന്ന സമയം വരെ നാം കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ കാഴ്ച ജീവന്റെ ഭാഗമായി മാറുമ്പോൾ നമ്മൾ വന്നു കണ്ട കാഴ്ച സഫലീകരിക്കപ്പെടും. വേദപുസ്തകത്തിലൂടെ വിശ്വാസത്തിലൂടെ നമ്മുടെ ജീവനായകനായ യേശുവിനെ നമ്മൾ ആത്മീയമായി കണ്ടാണ് ആത്മീയ ജീവിതം നയിച്ചു മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാ ദിവസവും ഇത് കാണുവാൻ നമുക്ക് കഴിയത്തില്ല. നമ്മൾ പള്ളിയിൽ ഇതൊരുക്കി വെച്ചിരിക്കുന്ന ദിവസം വന്ന് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുകയും അതിന്റെ പൂർത്തീകരണ സമയം അതിനെ ജീവന്റെ ഭാഗമായി അനുഭവിച്ചുകൊണ്ട് നമ്മൾ മടങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഞാൻ ഏതാണ്ട് 1 മണിക്കൂറും 1.5 മണിക്കൂറും എന്റെ കണ്ണാൽ ഈ ആലയത്തിൽ വെച്ച് കണ്ടുകൊണ്ടിരുന്ന ഈ ജീവന്റെ അപ്പത്തെ, കാഴ്ചയുടെ അപ്പത്തെ, അനുഗ്രഹത്തിന്റെ അപ്പത്തെ, ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും അപ്പത്തെ ക്രൂശിലെ ദിവ്യ സ്നേഹ മുഖാന്തരം എന്റെ ഉള്ളിലേക്ക് ഞാൻ സ്വീകരിക്കുവാൻ പോകും. കാൽവരി ക്രൂശിലെ സ്നേഹത്തിന്റെ പരിപൂർണതയിൽ നിന്നുകൊണ്ടാണ് ഈ അപ്പത്തെ നമ്മൾ ജീവന്റെ ഭാഗമായി സ്വീകരിക്കുന്നത്. ആ ഒരു വലിയ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഈ സമയം ഉണ്ടാകുകയാണ്. ഒരു നിമിഷം നാം ഈ സമയം വരെ കണ്ടുകൊണ്ട്
കണ്ടുകൊണ്ടിരുന്ന ഈ കാഴ്ചയുടെ അപ്പം എന്റെ ജീവന്റെ അപ്പമായി എന്റെ ശരീരാത്മരേഖകളിൽ എന്റെ ആത്മീയ അർത്ഥത്തിന് ഉപയോഗമുള്ള വ്യവസ്ഥയിൽ മാറുമ്പോൾ, മാറ്റുമ്പോൾ, മാറ്റം വരുത്തുമ്പോൾ, അനുഭവിക്കുമ്പോൾ അതെന്റെ ആത്മീയ ജീവിതത്തെ സ്വർഗീയ പരദീസയുമായി ഈ അപ്പം മുഖാന്തരം സംയോജിപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ മേശമേൽ കണ്ടുകൊണ്ടിരുന്ന അപ്പം കരങ്ങളിൽ എടുത്ത് നമ്മുടെ അതരത്തിൽ വെക്കുമ്പോൾ സ്വർഗീയ പരദീസയിലിരിക്കുന്ന യേശു അവിടെ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കുകയാണ് എന്നുള്ള അറിവ് നമ്മളെ ഈ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലിരിക്കുന്ന യേശു, പരദീസയിലിരിക്കുന്ന യേശു നാമുമായി ഏറ്റവും അടുപ്പമുണ്ടാകുന്ന ഏറ്റവും മഹനീയമായ സന്ദർഭമാണ് ഈ അപ്പവീഞ്ഞുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുന്ന സമയം. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമുക്കൊരു അറിവുണ്ടായിരിക്കണം. സ്വർഗത്തിലെ പരദീസയിലിരിക്കുന്ന കർത്താവ് ഞാനുമായി അടുക്കുവാൻ പോകുന്ന നിമിഷത്തിൽ ഞാൻ വന്നു നിൽക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇങ്ങനെ പറയുമോ, യു ആർ അറ്റ് ദ ഗേറ്റ് ഓഫ് ഹെവൻ. ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്. ഒരു പള്ളിയിൽ വരുന്ന ദൈവഭക്തൻ ഈ അപ്പവീഞ്ഞുകളുമായി ബന്ധപ്പെടുമ്പോൾ ആ വ്യക്തി സ്വർഗ കവാടത്തിങ്കൽ നിൽക്കുകയാണ്. സ്വർഗ കവാടത്തിങ്കൽ നിന്ന് നമുക്കിതിനെ ഉൾക്കൊള്ളാൻ അതിനായി കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഒരാളിനെ ഇങ്ങനെ ആരംഭിച്ച് ഇതിലേക്ക് കടന്നു പോകും.